ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ ടൈം ടേബിൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഹൈസ്കൂളിലെ ടൈം ടേബിളാണ് നോക്കാനുള്ളത്. നമുക്കറിയാം 10ാം ക്ലാസ്സിലെ SSLC ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ടൈം ടേബിൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും വിഷയങ്ങളാണ്. അപ്പോൾ എന്നാണ് എക്സാം തുടങ്ങുന്നത്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, 24/2/2025 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11:45 വരെ ഇംഗ്ലീഷും, ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3:15 വരെ ഒന്നാം ഭാഷാ പേപ്പർ അഥവാ മലയാളം അറബിക്കും കേരള പാഠാവലിയും അറബിക്കും ആയിരിക്കും. 9ാം ക്ലാസ്സിനും രാവിലെ മലയാളം അല്ലെങ്കിൽ അറബിക്ക്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 4:15 വരെ ഇംഗ്ലീഷും ആയിരിക്കും. 25/2/2025 ചൊവ്വാഴ്ചയാണ്. 8ാം ക്ലാസ്സിന് രാവിലെ ഹിന്ദിയും ഉച്ചയ്ക്ക് ശേഷം ഒന്നാം ഭാഷാ പേപ്പർ 2 അടിസ്ഥാന പാഠാവലിയും ആയിരിക്കും. 9ാം ക്ലാസ്സിന് രാവിലെ അടിസ്ഥാന പാഠാവലിയും ഉച്ചയ്ക്ക് ശേഷം ബയോളജിയുമാണ്. ഇനി അടുത്തത് 27/2/2025 വ്യാഴാഴ്ചയാണ്. ഓക്കെ, 26-ന് എക്സാം ഉണ്ടായിരിക്കില്ല. അന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് 1:30 മുതൽ 4:15 വരെ കലാകായിക പ്രവൃത്തി പരിചയമേളയും അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്രവുമാണ് എക്സാം ഉള്ളത്. ഇനി 28/2/2025 വെള്ളിയാഴ്ചയാണ്. അത് 2 മണി മുതൽ 4:15 വരെ അടിസ്ഥാന ശാസ്ത്രമായിരിക്കും. 9ാം ക്ലാസ്സിന് ഫിസിക്സ് ആയിരിക്കും. അത് 2 മുതൽ 3:45 വരെ ആയിരിക്കും സമയം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6/3/2025 അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരിക്കും. അന്ന് രാവിലെ 10 മണി മുതൽ 11:45 വരെ 8ാം ക്ലാസ്സിന് ഗണിതം മാത്സും, 9ാം ക്ലാസ്സിന് 10 മുതൽ 12:45 വരെ ഗണിതവും ആയിരിക്കും. അഥവാ എക്സാമിന് നമുക്കറിയാം 9ാം ക്ലാസ്സിൽ 80 മാർക്കിൻ്റേതായിരിക്കും. അതുകൊണ്ട് കൂടുതൽ സമയം എക്സാമിനും ഉണ്ടായിരിക്കും. ഇനി അടുത്തത് 20/3/2025 വ്യാഴാഴ്ചയാണ്. രാവിലെ 10 മുതൽ 11:45 വരെ 8ാം ക്ലാസ്സിന് സാമൂഹ്യ ശാസ്ത്രം, 9ാം ക്ലാസ്സിന് ഹിന്ദി. ഇനി 25/3/2025 9ാം ക്ലാസ്സിന് എക്സാം ഉള്ളൂ, കെമിസ്ട്രി ആയിരിക്കും. 10 to 11:45 വരെ. 27/3/2025 10 to 12:45 വരെ 9ാം ക്ലാസ്സിന് കലാകായിക പ്രവൃത്തി പരിചയവും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ചായിരിക്കും നിങ്ങളുടെ എക്സാമൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പോയിട്ട് റെഫർ ചെയ്യുക. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാനും കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.